നമസ്കാരം. ഓരോ രാജ്യത്തും തൊഴിൽ നിയമങ്ങൾ വ്യത്യസ്തമായിരിക്കും. തൊഴിലാളികളും തൊഴിലുടമകളും ഇത് കൃത്യമായി അറിഞ്ഞിരിക്കണം. തൊഴിൽ നിയമങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായാൽ അതിൽ നടപടിയിലേക്ക് പോകാൻ സാധിക്കൂ. പലപ്പോഴും നിയമം അറിയാത്തതുകൊണ്ട് പല നൂലാമാലകളിലും പ്രവാസികൾ പോയി ചാടാറുണ്ട്. സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകൾ തൊഴിലാളികളോട് പുലർത്തേണ്ട പ്രത്യേക ബാധ്യതകൾ എന്തൊക്കെയെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രൈവറ്റൈസേഷൻ മന്ത്രാലയം. മന്ത്രാലയം പുറപ്പെടുവിച്ച നിബന്ധനകൾക്കും നിയന്ത്രണങ്ങൾക്കും നടപടികൾക്കും അനുസൃതമായി തൊഴിലാളികളുടെ ഫയലുകളും രേഖകളും പരിപാലിക്കുകയാണ് ഇതിൽ പരമപ്രധാനം. തൊഴിലാളികളുടെ സേവനം അവസാനിച്ച തീയതിക്ക് ശേഷം 2 വർഷം വരെ ഈ ഫയലുകൾ സൂക്ഷിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. പാസ്പോർട്ട്, എമറൈറ്റൈസേഷൻ ഐ ഡി, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങി തൊഴിലാളികളുടെ ഔദ്യോഗിക രേഖകൾ പിടിച്ചെടുക്കുകയോ തൊഴിൽ ബന്ധം അവസാനിച്ചാൽ രാജ്യം വിടാൻ അവരെ നിർബന്ധിക്കുകയോ ചെയ്യരുതെന്നും പുതിയ വ്യവസ്ഥകളിൽ കൃത്യമായി പറയുന്നുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ, പെനാൽറ്റികൾ, റിവാർഡുകൾ എന്നിവ പോലുള്ള തൊഴിൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കണം. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ, വ്യവസ്ഥകൾ, മാനദണ്ഡങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി യോഗ്യതയുള്ള അധികാരികളുടെ ലൈസൻസ് ലഭിച്ചതും അനുയോജ്യമായ താമസ സൗകര്യം തൊഴിലാളികൾക്ക് ലഭ്യമാക്കണം. അല്ലാത്ത പക്ഷം അവർക്ക് പാർപ്പിടത്തിനുള്ള ക്യാഷ് അലവൻസ് നൽകണം. തൊഴിലാളികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിൽ നിക്ഷേപം നടത്തണം. തൊഴിൽപരമായ പരിക്കുകൾ, ജോലി സമയത്ത് സംഭവിക്കാവുന്ന രോഗങ്ങൾ എന്നിവയിൽ നിന്ന് ആവശ്യമായ സംരക്ഷണ മാർഗങ്ങൾ നൽകുക. മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണ നിയന്ത്രണങ്ങളും ഉറപ്പാക്കുക. അത്തരം അപകട സാധ്യതകൾ ഒഴിവാക്കാൻ തൊഴിലാളികൾക്ക് ഉചിതമായ പരിശീലനം നൽകുക. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ പരിശോധനകൾ നടത്തുക. ജോലിയുടെയും അതിൻ്റെ തൊഴിലാളികളുടെയും സ്വഭാവത്തിനനുസരിച്ച് സ്ഥലത്തെ തൻ്റെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് തൊഴിലാളികൾക്ക് ബോധ്യമുണ്ടെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണം. രാജ്യത്ത് നിലവിലുള്ള നിയമനിർമ്മാണത്തിന് അനുസൃതമായ തൊഴിലാളികളുടെ ചികിത്സാ ചെലവ് വഹിക്കണം. ഇൻഷുറൻസ് സബ്സ്ക്രിപ്ഷനുകൾ, നിലവിലുള്ള നിയമനിർമ്മാണം വ്യക്തമാക്കുന്ന ഗ്യാരന്റികൾ എന്നിവയുടെ ചെലവുകൾ വഹിക്കണം എന്നിവയാണ് മറ്റു നിബന്ധനകൾ. തൊഴിൽ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ തൊഴിലാളിയെ അനുവദിക്കരുതെന്നും പുതിയ മാർഗനിർദ്ദേശത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. തൊഴിൽ കരാറിന്റെ അവസാനം തൊഴിലാളിയുടെ അഭ്യർത്ഥന പ്രകാരം അവർ ജോലിയിൽ ചേർന്ന തീയതി, അത് അവസാനിച്ച തീയതി, അതിന്റെ സേവനത്തിന്റെ ആകെ കാലയളവ്, ജോലിയുടെ പേര്, ജോലിയുടെ തരം, ജീവനക്കാരന്റെ പ്രകടനം, അവസാനമായി ലഭിച്ച വേതനം, തൊഴിൽ കരാർ അവസാനിച്ചതിന്റെ കാരണം എന്നിവ വ്യക്തമാക്കുന്ന ഒരു പരിചയ സർട്ടിഫിക്കറ്റ് സൗജന്യമായി നൽകണം. സർട്ടിഫിക്കറ്റിൽ തൊഴിലാളികളുടെ പ്രശസ്തിക്ക് ഹാനികരമോ അവരുടെ തൊഴിലവസരങ്ങളോ കുറയ്ക്കുന്നതോ ആയ ഒന്നും ഉൾപ്പെടുത്തരുതെന്നും പറയുന്നുണ്ട്. തൊഴിൽ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിലെ ജോലി നേരത്തെയുള്ള ജോബ് ഓഫറിന് സമാനമായിരിക്കണം. എന്തായാലും ഈ നിബന്ധനകളെല്ലാം കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.